മാർക്കറ്റിൽ ചെന്നൊരു സാധനം പർച്ചേസ് ചെയ്യാൻ ഹിന്ദി അറിയാത്തതുകൊണ്ട് ബുദ്ധിമുട്ടുന്ന നിങ്ങൾ, എന്നാൽ ഇന്ന് മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഏതാനും ചില വേർഡ്സുകൾ നമുക്കൊന്ന് പഠിക്കാം. ആദ്യമായിട്ട് ഈസ് ചീസ്, ചീസ് സാധനത്തിന് പറയും. ഈസ് ചീസ്, ഏ ചീസ് ക്യാ ഹെ, അല്ലെങ്കിൽ ഈസ് ചീസ് ക്യാ ഹെ, ഈ സാധനം എന്താണ്? ചീസ് എന്ന് പറയും സാധനത്തിന്. സാമാൻ എന്നൊക്കെ പറയുന്ന പോലെ ചീസ് എന്ന് പറയും. അതുപോലെ ഇസ് ചീസ് കു കിത്ന ഹെ, എത്രയാണ്. കിത്ന കീമത്ത് ഹെ, കീമത്ത് എന്ന് പറയുന്നത് വില ആണ്. എനിക്ക് കിത്ന ദാം ഹെ എന്ന് സാധാരണ ചോദിക്കാറുണ്ട്. കിത്ന ദാം കിത്ന ഹെ. അപ്പോൾ കീമത്ത് എന്നതാണ് ഒരു വാക്ക്. അപ്പോൾ കീമത്ത് എന്ന് പറഞ്ഞാൽ വില എന്ന്, ചീസ് എന്നാണ് വസ്തു എന്ന് പറഞ്ഞു. മാർക്കറ്റിന് ബാസാർ എന്നാണ് പറയാം. ബാസാർ കി ബാത്ത് ഹം കർ രഹേ ഹെ, ബാസാർ കി ബാത്ത് ഹം കർ രഹേ ഹെ. ബാസാർ കി ബാത്ത് എന്ന് പറഞ്ഞാൽ നമ്മളൊരു മാർക്കറ്റിലെ വർത്താനം അപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ആണോ? അതുപോലെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ കീമത്ത് പഠിച്ചു, ഓക്കെ, വില പേശാൻ പഠിച്ചു. അങ്ങനെയൊക്കെ പഠിക്കുമ്പോൾ തരൂ എന്ന് പറയണം, കൊടുക്കണം. അതിനെങ്ങനെ പറയാം? ദേദോ യാർ. ദേന എന്ന് പറഞ്ഞാൽ കൊടുക്കുക, വാങ്ങുക, രണ്ടും തന്നെ. ലേനാന്ന് എടുക്കുക, ലേലോ. അപ്പോൾ കടക്കാരനോട് പറയണം ദേദോ യാർ, 20 രൂപയ്ക്കു ദേദോ, 20 രൂപയ്ക്കു ദേദോ, 20 രൂപയ്ക്ക് തരൂ. ഇപ്പം നമ്മുടെ നാട്ടിലും ഹിന്ദിക്കാർ കച്ചവടത്തിന് വന്നാൽ അവരിങ്ങനെ വില പറഞ്ഞ് നമ്മളെ വല്ലാതെ എന്താക്കും, ഇടങ്ങാറാക്കും. ആ സമയത്ത് നമുക്ക് നമ്മളെന്താണ് അവരോട് ഒരു വില, ടൈറ്റ് വില പറഞ്ഞ് നമുക്ക് വില പറയാം അവരോട്. എന്ത് പറയാം? 100 रुपये പറഞ്ഞാൽ നിങ്ങൾ 50 തുടങ്ങണം. 100 रुपया है, नहीं है भाई 50 है, 50 से दे सकते हैं, 50 दे सकते हैं, देना नहीं भाई 60 रुपया दे दो, नहीं भाई 50 को दे दो. അപ്പം എന്തായാലും കിട്ടും കേട്ടോ. 60 പറഞ്ഞാൽ നിങ്ങൾ പ്രശ്നമാക്കണ്ട, 50 को दे दो. ഓക്കെ, ദേന. അപ്പോൾ ലേലോ എന്നവൻ പറയാം. ലേലോ എടുത്തോളൂ. ലേന എന്ന് പറഞ്ഞാൽ എടുക്കുക, കോയ് ബാത്തിന്, ലേലോ, ലേലോ എന്ന് പറയാം. അതേപോലെ തന്നെ ഇത് ഭയങ്കര വില കൂടുതലാണ്. ये बहुत महंगा है. അറിയാണെങ്കിലും അറിഞ്ഞില്ലെങ്കിലും അങ്ങനെ പറഞ്ഞോളി. ये बहुत महंगा है, ये बहुत महंगा है. महंगा എന്ന് പറഞ്ഞാൽ വില കൂടുതലാണ്. बहुत महंगा है. അപ്പോൾ അദ്ദേഹം ലാ ഭായി, नहीं है भाई, नहीं है भाई. അപ്പോൾ അവൻ പറയും नहीं है भाई, ये बहुत सस्ता है. സസ്ത. അപ്പം महंगा എന്ന് പറഞ്ഞാൽ വില കൂടുതലാണ്, സസ്ത എന്ന വില കുറവാണ്. ഓക്കെ, അപ്പം ये महंगा है, ഇത് വില കൂടുതലാണ്. ये सस्ता है, आपका पास सस्ता वाला नहीं है, आपका पास सस्ता वाला नहीं है. നിങ്ങൾക്ക് വില കുറഞ്ഞതില്ലേ? सस्ता वाला, महंगा वाला. ഓക്കെ, പുരാണ വാല, നയാ വാല. പുരാണ വാല എന്ന പഴയത്, നയാ വാല എന്ന, നയാ വാല പുതിയത്. ഓക്കെ, ഇനി ദുക്കാൻദാർ, പീഡിയക്കാരൻ എന്നൊക്കെ പറയാൻ പറ്റും. ദുക്കാൻ എന്ന് പറഞ്ഞാൽ കടക്ക് പറയുന്ന പേര്. നമ്മുടെ നാട്ടിലൊക്കെ ദുക്കാൻ എന്ന് പറയും, പഴയ ആൾക്കാർക്ക് മക്കാനി എന്നൊക്കെ പറയുമല്ലോ, അതിൽപ്പെട്ട സാധനമാണ് ദുക്കാൻ. ദുക്കാൻദാർ, ഈ ഒരാൾ ഭൂമിയുടെ ഉടമക്ക് ജമീന്ദാർ എന്ന് പറയും, ജമീന്ദാർ. അതേപോലെ ദുക്കാൻദാർ, ആപേ ദുക്കാൻദാർ, മേഹൂൻ ദുക്കാൻദാർ. അച്ഛാ ദുക്കാൻദാർ കോൻ എന്ന് ചോദിക്കാം. ദുക്കാൻദാർ പീഡിയക്കാരൻ, കടക്കാരൻ. ये दुकान बंद है. ദുക്കാൻ എന്ന് പറയുന്നത് ഒരു ലോക്കൽസ് പറയുന്ന ഒരു ഹിന്ദി വേണം. ഓക്കെ, അപ്പോൾ എന്തായിരുന്നാലും ഇത്തരം വാക്കുകളെ നിങ്ങൾക്ക് ഹിന്दी भाषा में इतना ज़्यादा मालूमात चाहिए तो साथ साथ आइए हमारा साथ, क्योंकि ना भाई हिंदी आम लोग बात करने की चीज़ें हम सिखाते हैं. हमारा हर एक हफ्ते को हम नया बैच खोलते हैं. आइए, आप हिंदी भाषा में बड़े मास्टर हो जाएगा. बहुत धन्यवाद, शुक्रिया.